ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിൽ എത്ര പേർക്ക് സ്പോർട്സ് ഇഷ്ടമാണ്? ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ റണ്ണിങ് കോമ്പറ്റീഷൻസ് ഒക്കെ കാണാനും അതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും വളരെയധികം താല്പര്യമുള്ള ആൾക്കാർ നമ്മളുടെ കൂട്ടത്തിലുണ്ടാവും. യെസ്, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്പോർട്സ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഏതാ? ഒളിമ്പിക്സ് ആണ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒളിമ്പിക്സ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് കോമ്പറ്റീഷൻ. അതിൽ പങ്കെടുക്കുന്നതും അതിൽ മെഡൽ നേടുക എന്നുള്ളതൊക്കെ ഏതൊരു സ്പോർട്സ് പേഴ്സൻ്റെയും വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മളുടെ ബ്രെയിനും അതേപോലെ നമ്മളുടെ ബുദ്ധി ടെസ്റ്റ് ചെയ്യാനൊക്കെ ഇതേപോലത്തെ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, അതിനാണ് നമ്മൾ ഒളിമ്പ്യാഡ്സ് എന്ന് പറയാം. അപ്പോൾ നിങ്ങളിപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങളെ ഭാവിയിലേക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒളിമ്പ്യാഡ്സ് എന്താണെന്നും അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണമുണ്ട് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഒളിമ്പിക്സ് ചാമ്പ്യനെ നമ്മൾ ഇന്ന് ഉണർത്താൻ വേണ്ടി പോവുകയാണ്. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഈ ഒളിമ്പ്യാഡ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് എന്താണ് ഒളിമ്പ്യാഡ് എന്ന് നോക്കാം. ഒളിമ്പ്യാഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇന്ത്യയിലും അതേപോലെ തന്നെ ഇന്റർനാഷണൽ ലെവലിലും കുറേ കുട്ടികളുമായിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഒളിമ്പ്യാഡ്. നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ സ്കൂളിലെ സ്റ്റുഡൻസുമായിട്ടായിരിക്കും നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുക, അവരായിട്ടായിരിക്കും മത്സരിക്കുക. പക്ഷേ നമ്മൾ ഈ ഒളിമ്പ്യാഡ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള സ്റ്റുഡൻസൊക്കെ ആയിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരം അവിടെ കിട്ടും. നിങ്ങളുടെ സ്കില്ല് ഏതുവരെ ഉണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഒളിമ്പിക്സ് ഫോർ യുവർ ബ്രെയിൻ എന്ന് നമുക്ക് പറയാം. നിങ്ങളുടെ ബ്രെയിനിനുള്ള ഒരു ഒളിമ്പിക്സ് മത്സരമാണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു ഗ്ലോബൽ കോമ്പറ്റീഷൻ ഉള്ള ഒരു വേദിയാണ് ഈ ഒളിമ്പ്യാഡ്സ് എക്സാംസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിയൽ സ്കിൽസ് അവിടെ എന്ത് ചെയ്യും? മത്സരിക്കപ്പെടും. നിങ്ങളുടെ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മത്സരിക്കാം. സ്കൂൾ ലെവലിൽ പോലെ ആയിരിക്കില്ല, അത്യാവശ്യം നല്ല ലെവലിൽ എക്സാംസ് അവിടെ ഉണ്ടാവും. ഹോസ്റ്റഡ് ബൈ എക്സ്പേർട്സ് ആയിട്ടുള്ള, ഓരോ സബ്ജക്റ്റിലും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഒളിമ്പ്യാഡ്സ് ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഏതൊക്കെ സബ്ജക്റ്റിനാണ് എനിക്ക് ഒളിമ്പ്യാഡ്സ് ഉള്ളത് എന്നുള്ള ഒരു സംശയം അവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും ഒളിമ്പ്യാഡ്സ് മത്സരിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. സയൻസിൽ താല്പര്യമുള്ളവർക്ക്, സയൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, പരീക്ഷണങ്ങളോടും ആ ഒരു സയൻസിനോടൊക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സയൻസ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്. NSO എന്ന് പറഞ്ഞ നാഷണൽ സയൻസ് ഒളിമ്പ്യാഡും അതേപോലെ തന്നെ ISO എന്ന് പറഞ്ഞിട്ട് ഇന്റർനാഷണൽ സയൻസ് ഒളിമ്പ്യാഡ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഒളിമ്പ്യാഡാണ് മാത്ത് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഡിഫറെൻറ്റ് ലെവൽസിൽ നമുക്ക് മാത്ത് ഒളിമ്പ്യാഡ്സ് വരുന്നുണ്ട്. അതായത് IMO എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പ് ലെവൽ, അതായത് ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ് എക്സാം വരെ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇംഗ്ലീഷ് വാക്കുകളോടും ഇംഗ്ലീഷിനോടും ഗ്രാമറിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള സ്റ്റുഡൻസിന് എന്തുണ്ട്? ഇംഗ്ലീഷ് ഒളിമ്പ്യാഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ നോളജ്, കമ്പ്യൂട്ടർ, ഇതിലൊക്കെ എന്തുണ്ട്? ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ നമുക്ക് ഒളിമ്പ്യാഡ്സ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒളിമ്പ്യാഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇന്ത്യയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഒളിമ്പ്യാഡ് എക്സാം ആണ് മാത്ത് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. അതിന് ഇന്ത്യയിൽ ഡിഫറെൻറ്റ് സ്റ്റേജസിലായിട്ടാണ് ഈ എക്സാംസ് നടക്കുക. 8 മുതൽ 12 വരെ ക്ലാസ്സുകളിലുള്ള സ്റ്റുഡൻസിന് ആണ് ഇന്ത്യൻ ഒളിമ്പ്യാഡ്സ് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് IOQM ആണ്. IOQM എക്സാം എഴുതുന്ന 8 മുതൽ 12 വരെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. അതിൽ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ RMO എക്സാംസ് എഴുതാൻ വേണ്ടിയിട്ട് അവർക്ക് പറ്റുന്നതായിരിക്കും. അതും ക്വാളിഫൈ ആയിട്ട് കഴിഞ്ഞാൽ INMO, അത് കഴിഞ്ഞാൽ IMO TC, അതും കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുക? ഇന്റർനാഷണൽ മാത്ത് ഒളിമ്പ്യാഡ് ആയിട്ടുള്ള IMO എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതിലിപ്പോൾ നിങ്ങൾ INMO ഒക്കെ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? IIT-കളിലൊക്കെ ഡയറക്റ്റ് അഡ്മിഷൻ ഇല്ലാതെ അഡ്മിഷനൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു അവസരം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് മാത്ത് ഒളിമ്പ്യാഡ്സിൽ ഇന്ത്യയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്കൂൾ എക്സാംസും ഒളിമ്പ്യാഡ് എക്സാംസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. സ്കൂൾ എക്സാംസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, കുറേയൊക്കെ നമ്മൾ കാണാപ്പാഠം പഠിച്ചു പോയി എഴുതിയാലും നമുക്ക് പാസ്സാവാനുള്ള മാർക്കും കാര്യങ്ങളൊക്കെ അവിടുന്ന് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ IOQM ലെവലിലേക്ക് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിന് എന്ത് വേണം? കൃത്യമായിട്ടുള്ള ഫൗണ്ടേഷൻ വേണം. മാത്സിലാണെങ്കിൽ കറക്റ്റ് ഫൗണ്ടേഷനും അതിൻ്റെ മുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്കോർ ചെയ്യാൻ പറ്റണം. അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സോ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടുന്നു, എന്താണ് നമുക്കുള്ള ഗുണം എന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ നമുക്കറിയാം, ഗ്ലോബൽ ഗ്ലോറി നമുക്ക് കിട്ടും. അതായത് നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ മെഡലും സർട്ടിഫിക്കറ്റ് ഒക്കെ നേടാനുള്ളൊരു അവസരമാണ് ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണ്. സോ നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ ഈ ഒളിമ്പ്യാഡ്സ് ഒക്കെ എഴുതി അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് എത്തുമ്പോൾ നീറ്റ് JEE അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഫറെൻറ്റ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് നിങ്ങൾക്ക് എന്തായിരിക്കും? അവിടേക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ലേണിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ബ്രെയിൻ എന്തായിട്ട് മാറും? ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആയിട്ട് നിങ്ങൾക്ക് അവിടെ മാറുന്നതായിരിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ
മാത്ത് ഒളിമ്പ്യാഡൊക്കെ ക്രാക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് IIT-കളിലൊക്കെ ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ഒളിമ്പ്യാഡ്സ് വളരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു എക്സാംസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഒളിമ്പ്യാഡ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുക. നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള സിമ്പിൾ ഒരു പ്രിപ്പറേഷൻ ജേണി ഞാൻ കാണിച്ചു തരാം. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ലേൺ അല്ലേ, നമ്മൾ കൃത്യമായിട്ട് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് ആവശ്യമായിട്ടുണ്ട്. സോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഒരു ബേസിക്സ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ വൈ ആൻഡ് ഹൗ ഓരോ കോൺസെപ്റ്റിൻ്റെയും പുറകിലുള്ള വൈ ആൻഡ് ഹൗ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ബ്ലൈൻഡായിട്ട് മെമ്മറൈസ് ചെയ്ത് പഠിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം, കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. വിഷ്വലൈസ് ചെയ്ത് ആ കോൺസെപ്റ്റ്സ് ഒക്കെ വിഷ്വലൈസ് ചെയ്ത് പഠിക്കുക. കാരണം നമ്മൾ ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ആയിരിക്കില്ല ചോദിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവിടെ നിങ്ങൾക്ക് ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ഒക്കെ എടുത്ത് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒളിമ്പ്യാഡ് എക്സാംസിൻ്റെ ഒക്കെ ലെവൽ എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ കോമ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പേടിയൊന്നും കൂടാതെ കോമ്പീറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാംസ് ഒക്കെ ഒരു പേടിയൊന്നും ഇല്ലാതെ എടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒളിമ്പ്യാഡ്സ് ഒക്കെ അറ്റംപ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, തോൽക്കോ എന്നുള്ളൊരു ഭയം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒളിമ്പ്യാഡ്സ് ഒന്നും അറ്റംപ്റ്റ് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ ഒളിമ്പ്യാഡ്സ് ഒക്കെ എഴുതുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഓക്കെ, എന്തിനാന്ന് മനസ്സിലാക്കുക, നിങ്ങളുടെ ആ ഒരു ഓരോ കോൺസെപ്റ്റും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റിലുമുള്ള ആ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കൂടുതൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ അതിലുള്ള ആ ഒരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒളിമ്പ്യാഡ്സ് ഒക്കെ എഴുതുന്നത്. ഇപ്പോൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒളിമ്പ്യാഡ്സ് എഴുതുന്നത്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒളിമ്പ്യാഡ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ആക്കുക. സോ അപ്പോൾ മക്കളെ, നിങ്ങളെല്ലാവരും കോമ്പീറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണാതെ ഒളിമ്പ്യാഡ് പോലെയുള്ള വലിയ വലിയ ഡ്രീംസ് നമുക്ക് വേണമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുള്ള പ്രിപ്പറേഷൻ എങ്ങനെ തുടങ്ങണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് ഈ ഒരു ഒളിമ്പ്യാഡ് ജേർണിയിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ X&Y ഫൗണ്ടേഷനിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്ക്ലൂസീവ് ആയിട്ട് ഒളിമ്പ്യാഡ് ബാച്ചസ് നമുക്കുണ്ട്. സോ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഫൗണ്ടേഷനിലൂടെ തന്നെ ഈ ഒരു മാത്ത് ഒളിമ്പ്യാഡിനാണെങ്കിലും അല്ലെങ്കിൽ സയൻസിനാണെങ്കിലും ഒക്കെയുള്ള ബേസിക്സ്, ആ ഒരു ഫൗണ്ടേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവിടെ കിട്ടുന്നതായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഒളിമ്പ്യാഡ്സ് ഒക്കെ സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങളുടെ ഫൗണ്ടേഷനും അതേപോലെ ഒളിമ്പ്യാഡ്സിനുള്ള കോച്ചിങ് ഒക്കെ നിങ്ങൾ അടിപൊളിയായിട്ട് എടുക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, ആരും അങ്ങനെ ഭയങ്കര ടോപ്പർ ആവണം, ഭയങ്കര ജീനിയസ് ആവണം എന്നൊന്നുമില്ല. ഒളിമ്പ്യാഡ്സിനൊക്കെ പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാൽ മതി, നിങ്ങൾക്ക് ആ പഠിക്കാനുള്ള ഒരു മനസ്സും ആ ഒരു ഡെഡിക്കേഷനും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവാൻ പറ്റും, ഒളിമ്പ്യാഡ്സ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെല്ലാവരും ചാമ്പ്യന്മാരാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇങ്ങനെ വലിയ വലിയ ഡ്രീംസ് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, അവർക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒളിമ്പ്യാഡ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.